അസ്സലാമു അലൈക്കും. അള്ളാഹുവേ, ഈ കിടക്കുന്ന ആളെയാണോ ഉമ്മയും കൊച്ചപ്പയും പറഞ്ഞ പോലെ ഞാൻ സ്നേഹിക്കേണ്ടത്? ഞാൻ എന്താ ചെയ്യുക? അല്ലെങ്കിൽ തന്നെ എന്ത് യോഗ്യതയാണ് ഇവർക്കുള്ളത് ഭർത്താവായി? ഞാൻ എങ്ങനെ ജീവിതകാലം മുഴുവൻ ഇദ്ദേഹത്തിൻ്റെ കൂടെ കഴിയുക? ആദ്യ ദിവസം തന്നെ ജാസിർ എന്ന ആളുടെ സ്വഭാവം മനസ്സിലായി. ഞാനിനി എന്ത് ചെയ്യും റബ്ബേ? എന്നെ കൈവിടല്ലേ. ഫാത്തിമ ജാസിർ കേൾക്കാതിരിക്കാൻ അടക്കി പിടിച്ചു കരഞ്ഞു. അവളുടെ വയറും ചുണ്ടുമൊക്കെ നീറുന്നുണ്ടായിരുന്നു. അവൾ കട്ടിലിൽ നിന്നും എഴുന്നേറ്റ് പാതി അടഞ്ഞ ജനലരികിൽ പോയി നിലാവിനെ നോക്കി തൻ്റെ വിഷമം പറഞ്ഞു. ഇക്കയിൽ എന്തൊക്കെയോ ഒളിഞ്ഞു കിടപ്പുണ്ട്. അതല്ലേ ഇത്ത എന്നോട് വിളിക്കാൻ പറഞ്ഞത്? അറിയണം, എനിക്കെല്ലാം അറിയണം. എന്നിട്ട് എനിക്ക് ഈ ജീവിതം മുന്നോട്ട് എന്തായാലും പോവില്ല. കാരണം മറ്റൊരു പെണ്ണിനെ ഫോണിൽ കിന്നരിക്കുന്നത് ഞാൻ കേട്ട കാര്യമാണ്. മാത്രമല്ല സെക്സ് രീതിയിൽ സംസാരിക്കുന്നു. അതിൽ നിന്ന് തന്നെ മനസ്സിലാവും. എന്തായാലും അറിയണം. ഒരു പെണ്ണിൻ്റെ ശരീരം മാത്രം കൊതിക്കുന്ന ഇദ്ദേഹത്തിൻ്റെ കൂടെ സഹിച്ചു നിൽക്കില്ല. ഞാൻ നേരിടും. അവൾ പലതും മനസ്സിൽ ആലോചിച്ചു. അപ്പോഴാണ് അവൻ്റെ ഫോൺ ടേബിളിൽ ഇരിക്കുന്നത് കണ്ടത്. ഫാത്തിമ മെല്ലെ ആ ഫോൺ എടുത്ത് ഓപ്പൺ ചെയ്തു. വാട്സപ്പ് ലോക്കായിരുന്നു. അവൾ വെറുതെ ഒന്ന് ഗാലറി നോക്കി. അതിൽ കണ്ട കാഴ്ച അവളെ തകർത്തു. ഒരു പെണ്ണുമായി ജാസിർ അവളുടെ അതിരങ്ങൾ കീഴടക്കുന്ന ചിത്രം. പിന്നെ കിടപ്പറയിൽ ഒരുമിച്ച് കിടക്കുന്ന ഫോട്ടോസ്. അതും ഈ റൂം തന്നെയാണ് ഫോട്ടോയിൽ കാണുന്നത്. അപ്പോൾ അവളെപ്പറ്റി ഇവിടെ ഉള്ളവർക്കൊക്കെ അറിയാമെന്നാണോ? എല്ലാം അറിഞ്ഞുകൊണ്ടാണോ എന്തിനാണ് എന്നെ കൊലക്ക് കൊടുത്തത്? വീണ്ടും ഫാത്തിമ ഫോട്ടോ നീക്കിക്കൊണ്ടിരുന്നു. അതിലൊക്കെ സെക്സ് ഫോട്ടോകൾ മാത്രമാണ്. പിന്നെ വീഡിയോ കോളും. അവനെക്കുറിച്ച് അവൾക്ക് ഏകദേശം മനസ്സിലായി. ഇനി നാളെ ഇത്തായി ഒന്ന് കാണണം. എന്തായാലും എല്ലാം അറിയണം. എല്ലാം സഹിച്ച് എനിക്കിവിടെ നിൽക്കേണ്ട ആവശ്യമില്ലെന്ന്. എനിക്ക് പണമില്ലാത്ത കുറവ് മാത്രമാണുള്ളത്. അല്ലാതെ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ഞാൻ ശുദ്ധമാണ്. എൻ്റെ ശരീരം ഇനി പിച്ചു ചിന്താൻ ഈ കാട്ടാളിന് ഞാൻ കൊടുക്കില്ല. ആ തള്ളക്കും കാര്യം അറിയാം. അതില്ലേ തിരുമോന്ത അവിടെ ഇറക്കി വെച്ചേക്കുന്നത്. എന്നെ ഇവിടിട്ട് എന്ത് കാണിക്കാനാണ് കെട്ടിക്കൊണ്ടുവന്നത്? എല്ലാ ദേഷ്യവും അവൾ മനസ്സുകൊണ്ട് പറഞ്ഞു. ആദ്യ ദിവസം തന്നെ ഇവനെപ്പറ്റിയുള്ള കാര്യം അറിയിച്ചതിന് പടച്ചവനോട് നന്ദി പറഞ്ഞു. ഇനി എല്ലാം അള്ളാഹുവിൻ്റെ വിധി പോലെ. പക്ഷേ ഈ ഫാത്തിമ സഹിച്ചുകൊണ്ട് നിൽക്കില്ല. ഫാത്തിമ മനസ്സിൽ പറഞ്ഞു. അവൾ തൻ്റെ ഫോണിൽ സമയം നോക്കി. 4 മണിയായി. അവൾക്ക് കിടന്നിട്ട് ഉറങ്ങാൻ കഴിഞ്ഞില്ല. കാരണം അവളുടെ സ്വപ്നങ്ങൾ മുഴുവൻ നഷ്ടപ്പെട്ട ദിവസം. അവൾ പതിയെ ജാസിർ ഉണരാതെ ടോയ്ലറ്റിലെ ലൈറ്റിട്ട് ഷവറിനരികിൽ ചെന്നു. നല്ല തണുപ്പുണ്ടായിരുന്നു. പക്ഷേ അതിലും അവളുടെ ഉള്ളം ചൂടായിരുന്നു. വെള്ളം അവളുടെ ശരീരത്തേക്ക് വീണപ്പോൾ ജാസിർ തൻ്റെ ചുണ്ടുകൾ കടിച്ചെടുത്ത മുറിവുകൾ നീറി തുടങ്ങി. അവൾ ഷവറിനരികിൽ നിന്ന് കരഞ്ഞു. കുളിയൊക്കെ കഴിഞ്ഞ് അവൾ വുളു എടുത്തു. ഉറങ്ങാത്തത് കാരണം തഹജ്ജുദ് നിസ്കരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അവൾ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചു. അതിനുശേഷം അവൾ അള്ളാഹുവിനോട് മനമുരുകി ദുആ ചെയ്തു കൊണ്ടേയിരുന്നു. അങ്ങനെ കുറേ നേരം ഇരുന്നു. സുബഹിക്കുള്ള ബാങ്ക് കേട്ട് തീർന്നപ്പോൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് എണീറ്റു. അവൾ ജാസിറിനെ നോക്കി. വെട്ടിയിട്ട വാഴത്തണ്ട് പോലെ കിടക്കുകയാണ്. അവൾക്ക് ദേഷ്യവും സങ്കടവും തോന്നി. ഫാത്തിമ കതക് തുറന്ന് അടുക്കളയിലേക്ക് പോയി. ആരും എഴുന്നേറ്റിരുന്നില്ല. അടുക്കളയിലെ പാത്രമൊക്കെ ഇന്നലെ ഇത്തയും ഫാത്തിമയും കഴുകി വെച്ചതായിരുന്നു. അവൾക്ക് എന്താണ് ചെയ്യേണ്ടതെന്നും ഒന്നും അറിയില്ല. അവൾ മടിച്ചുകൊണ്ട് അവരൊക്കെ എണീക്കട്ടെ എന്നും പറഞ്ഞ് ഹാളിലേക്ക് പോയി. നല്ല തണുപ്പുണ്ടായിരുന്നു. ഉദിച്ചു വരുന്ന പുലരി അവൾക്ക് കുളിർമയേകി. അവൾ ചുറ്റുപാടൊക്കെ നോക്കി. വീടൊക്കെ വലുത് തന്നെയാണ്. പക്ഷേ ആ വീട്ടിൽ കിടക്കുന്നവരുടെ മനസ്സ് വലുതല്ലല്ലോ. പിന്നെ എത്ര കൊട്ടാരം വെച്ചാലും എന്താ പ്രയോജനം? ആകെ ഇത്താക്ക് മാത്രമാണ് നല്ല മനസ്സ്. ഇന്ന് ഇത്ത പോകും. അതിനു മുമ്പ് എനിക്ക് എല്ലാം അറിയണം. ഇല്ലെങ്കിൽ ജാസിർ എന്ന ക്രൂരൻ്റെ മുന്നിൽ എൻ്റെ പെണ്ണിനെ നഷ്ടമാകും. അവൾ മനസ്സിൽ പറഞ്ഞുകൊണ്ടേയിരുന്നു. അപ്പോഴേക്കും നേരം കുറച്ചുകൂടി വെളുത്തിരുന്നു. ഹാളിലെ ക്ലോക്കിൽ സമയം 7 മണി. അടുക്കളയിൽ എന്തൊക്കെയോ ശബ്ദം കേൾക്കുന്നു. അങ്ങനെ അടുക്കളയിൽ കയറിയപ്പോൾ ഇക്കാടെ ഉമ്മ ആയിരുന്നു. ഉമ്മ! ഫാത്തിമ സ്നേഹത്തോടെ വിളിച്ചു. പക്ഷേ അവളെ ക്രൂരമായി നോക്കി. ആ നോട്ടത്തിൽ പതറിയില്ല. ഇത്രയൊക്കെ പ്രതീക്ഷിച്ചു തന്നെയാണ് പുതുപുലരി അവൾ വരവേറ്റത്. അവർ ചായ ഇടുകയാണ്. ഡി, നിന്റെ തള്ളൊന്നും പറഞ്ഞെന്നില്ലേ രാവിലെ എണീറ്റ് ചായ ഉണ്ടാക്കണമെന്നും കാപ്പി ഉണ്ടാക്കണമെന്നും? അവനോടൊപ്പം കിടക്കുന്നതേ പറഞ്ഞെന്നുള്ളൂ. കുളിയൊക്കെ തെറ്റിയില്ല. ഉമ്മ, അത് ഫാത്തിമ പറയാൻ വന്ന കാര്യം മുഴുവനാക്കാതെ ജാസിറിൻ്റെ ഉമ്മ വീണ്ടും സംസാരിച്ചു. ഫാത്തിമയ്ക്ക് ഉമ്മയെയും താഴ്ത്തി പറഞ്ഞപ്പോൾ നെഞ്ചു പൊട്ടുന്നത് പോലെ തോന്നി. അവൾ ഒന്നും മിണ്ടാതെ കേട്ടു നിന്നു. അതെങ്ങനെ? നല്ല ചെക്കനല്ലേ മോൾക്ക് കിട്ടിയിരിക്കണേ. ഇനിയിപ്പോൾ മോള് രാജകുമാരിയും ഇവിടെയുള്ളവർ അടിമയും. തള്ള അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും. ഹോ,
രാവിലെ തന്നെ കുളി കഴിഞ്ഞ് അവനെ വശീകരിച്ച് വെച്ച് കാണും. അതിനൊന്നൊരു കുറവില്ലല്ലോ. അവർ എന്തൊക്കെയോ പുലമ്പിക്കൊണ്ടിരുന്നു. പക്ഷേ എന്തൊക്കെയോ പറയണമെന്നുണ്ട്, ഒന്നും പുറത്തേക്ക് വരുന്നില്ല. എല്ലാം കേട്ടു നിന്നുപോയി. അവർ ചായ ഓരോ ഗ്ലാസ്സിൽ ഒഴിച്ചു. എന്നിട്ട് ഒരു ചായ ഗ്ലാസ് അവളുടെ കയ്യിൽ കൊടുത്തു. ഡി, ഇന്ന് ഇങ്ങനെയൊക്കെ ആയിക്കോട്ടെ, നാളെ എല്ലാ ജോലിയും ചെയ്യണം കേട്ടോ. പിന്നെ കെട്ടിലമ്മ ആവാനല്ല എന്നെ അങ്ങോട്ട് കൊണ്ടുവന്ന്, വീട്ടുജോലി ചെയ്യാൻ തന്നെയാണ്. പിന്നെ ഈ ചായ എനിക്കല്ല കേട്ടോ, അവനാണ്, കൊണ്ടുപോയി കൊടുക്ക്. ആ ഉമ്മ. ഫാത്തിമ തല ആട്ടിക്കൊണ്ട് റൂമിൽ പോകാൻ തിരിഞ്ഞു. ഡി, അവിടെ നിന്നേ. ഒരു കാര്യം, നാളെ മുതലേ ഓനായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട ഇങ്ങനെ എൻ്റെ മുമ്പിൽ കുളിച്ചുകൊണ്ട് വരരുത് കേട്ടോ. അവർ പച്ചക്ക് ഒരു എളുപ്പമില്ലാതെ ഇന്നലെ കയറി വന്ന മരുമകളോട് പറയുന്ന കാര്യങ്ങൾ കേട്ട് അവൾ തളർന്നു നിന്ന് പോയി. ഡി, എന്താ ആലോചിക്കുക, കൊണ്ടുപോയി കൊടുക്കുക ചായ. അവൾ ഒന്നും മിണ്ടാതെ എല്ലാം കേട്ട് തകർന്ന ആ റൂമിലെ വാതിൽ തുറന്നു. അപ്പോൾ അവിടെ കണ്ട കാഴ്ച അവളുടെ കയ്യിലെ ഗ്ലാസ് വരെ തറയിൽ വീണു ചിന്നി ചിതറി. അവൾ നോക്കുമ്പോൾ ജാസിർ ഫോണിൽ നഗ്നമായ വീഡിയോ കാണുന്നുണ്ടായിരുന്നു. ഇതൊക്കെ അവൾക്ക് താങ്ങാവുന്നതിനും അപ്പുറമായിരുന്നു. ക്ലാസ് വീഴുന്ന ശബ്ദം കേട്ട് ജാസിർ ഫോൺ മാറ്റി അവളുടെ നേരെ ചീറിക്കൊണ്ട് വന്നു. അവളുടെ ഇരു കരണങ്ങളിലും അടിച്ചു. കരച്ചിൽ കേട്ട് ഇത്ത അവളുടെ അടുത്തേക്ക് ഓടി വന്നു. ഡാ, വിടടാ, അവളെ വിടാൻ. കെട്ടിയിട്ട് ഇന്ന് 2 ദിവസമേ ആയിട്ടുള്ളൂ. അപ്പോൾ നീ ഇവളെ കൊല്ലാക്കൊല ചെയ്യല്ലേ. ദേ ഇത്ത, നിങ്ങളെ കാര്യം നോക്കിട്ടോ. ഞാനാണ് ഇവളെ കിട്ടിയത്. ഇവളെ ഞാൻ എന്ത് വേണം എനിക്ക് ചെയ്യാം, അതിനുള്ള അവകാശമുണ്ട്. ഇതൊക്കെ കേട്ട് കരഞ്ഞുകൊണ്ട് ഫാത്തിമ റൂമിലെ ബെഡിൽ കിടന്ന് കരഞ്ഞു. ഡാ, കെട്ടിയെന്ന് വിചാരിച്ചിട്ട് അവകാശമൊന്നും വരില്ല. മരണം വരെ താങ്ങായി തണലായി കൂടെ നിൽക്കണം. അല്ലാതെ ഭർത്താവ് ചമഞ്ഞ് തല്ലിക്കൊല്ലുകയല്ല വേണ്ടത്. അതൊന്നും വകവെക്കാതെ ജാസിർ വീണ്ടും അടിക്കാനായി ഫാത്തിമയുടെ അരികിൽ ചെന്നു. ഡി, എണീക്കടി, ഈ കിടക്കുന്നതൊക്കെ ആരും ഒന്ന് വൃത്തിയാക്കും. കെട്ടിലമ്മ ചമഞ്ഞ് കിടക്കാനല്ല അന്നങ്ങോട്ട് കൊണ്ടുവന്ന്. ജാസിറെ, നീ പോ, ഞാൻ വൃത്തിയാക്കാം. നീ പോ, ഭ്രാന്തായാൻ എനിക്ക്. അതെ, ഇവളെ കിട്ടിയത് കൊണ്ടുള്ള ഭ്രാന്താ എനിക്ക്. നീ അങ്ങോട്ട് പോ ജാസിറെ. അതും പറഞ്ഞ് തസ്ലിയ ഫാത്തിമയുടെ അരികിൽ ചെന്നു. അവളുടെ മുഖം പിടിച്ചുയർത്തി. ഫാത്തിമയുടെ മുഖം കണ്ടപ്പോൾ തസ്ലിയയുടെ നെഞ്ച് തകർന്നു പോയി. നല്ല വെളുത്ത മഞ്ചുള്ള മുഖത്തെ കവിളിലും ജാസിർ അടിച്ച അവൻ്റെ വിരലുകളുടെ പാട്, ചുണ്ടിലും കണ്ണിലുമൊക്കെ രക്തം ചത്തിക്കിടക്കുന്ന പാട്. അവൾ തസ്ലിയയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ഫാത്തിമ തൻ്റെ സങ്കടം മുഴുവനും ആ നെഞ്ചിൽ ചേർത്ത് കരഞ്ഞു. ഇത്ത, എനിക്ക് വയ്യത്ത. ഇതൊക്കെ അനുഭവിക്കാൻ എന്ത് തെറ്റാ ഞാൻ ചെയ്തത്. ഇത്ത, ഇന്നലത്തോടെ എനിക്ക് എല്ലാം മനസ്സിലായി. ഇത്ത, ഇക്കാൻ്റെ സ്വഭാവം. പിന്നെ എനിക്കറിയണം എല്ലാം ഇക്കാനെക്കുറിച്ച്. മോളെ കരയല്ലേ. എനിക്കറിയില്ല മോളെ ഇവൻ്റെ കാര്യം. സമൂഹത്തിൽ ഇവൻ നല്ലവനും വീട്ടിലെ മൃഗവുമാണ്. മോളെ കെട്ടാൻ നിന്നപ്പോൾ മോളെ കൊച്ചാപ്പയും പള്ളിക്കാരും എല്ലാം തിരക്കി നല്ല ആളാണെന്ന് പറഞ്ഞു. ജാസിറിന് വിവാഹം ഇഷ്ടമല്ലായിരുന്നു. തുടക്കം മുതലേ ഇവിടെ ബഹളമായിരുന്നു. മോളുടെ വാപ്പാൻ്റെ കൂട്ടുകാരനായിരുന്നു എൻ്റെ വാപ്പ. മോളുടെ കൊച്ചാപ്പ് തന്നെയാണ് വാപ്പ മരിക്കുന്നതിന് മുമ്പ് ഇതൊക്കെ പറഞ്ഞതും വാക്ക് കൊടുത്തതും. മോളെ ജാസിറിനെ കൊണ്ട് കെട്ടിക്കാന്ന്. പക്ഷെ വാപ്പാക്ക് അറിയാൻ കഴിഞ്ഞില്ലല്ലോ ഒരു തമ്മാടിയാണെന്ന് ഈ ജാസിറെന്ന്. വാപ്പ മരിക്കുന്നതിന് മുമ്പ് ഉമ്മാനോടും പറഞ്ഞിരുന്നു. അത് എഴുതിയും വെച്ചിട്ടുണ്ട്. നിന്നെ കെട്ടണം, സ്വത്തുക്കൾ നിൻ്റെ പേരിൽ ആക്കിയിട്ടുണ്ടൊക്കെ. അതുകൊണ്ട് മാത്രമാണ് ഓന് നിന്നെ കെട്ടിയത്. എന്താ, ഉമ്മാക്കും സമ്മതമല്ലായിരുന്നു നിന്നെ കെട്ടാൻ. ഉമ്മാക്കും നിന്നോട് വെറുപ്പാണ് മോളെ. എനിക്ക് വേറെ ഒന്നും അറിയില്ല. ഇതൊക്കെ കേട്ട് മരവിച്ച് നിന്ന് പോയി ഫാത്തിമ. അവൾ പൊട്ടിക്കരഞ്ഞു പോയി. പിന്നെ കണ്ണുനീർ തുടച്ചുകൊണ്ട് ഇത്തയോട് വീണ്ടും പറഞ്ഞു. ഇക്കാക്ക് വേറെ ആരെങ്കിലും ഇഷ്ടമുണ്ടോ ഇത്ത? മോളെ ഈ എന്തൊക്കെയാണ് പറയുന്നത്? അങ്ങനെയൊന്നുമില്ല. ഉണ്ടിത്ത. മോൾക്ക് എങ്ങനെ അതറിയാം? ഇത്ത, ഞാൻ ഇന്നലെ കണ്ടു. അവൾ ഇന്നലെ നടന്ന കാര്യങ്ങളൊക്കെ ഇത്തയോട് പറഞ്ഞു. എന്താ മോളെ ഈ പറയുന്നത് സത്യമാണോ? ജാസിർ ഒരു പെണ്ണിനെ വിളിച്ചെന്നൊക്കെ പറയുമ്പോൾ അതെനിക്ക് വിശ്വസിക്കാനാവുന്നില്ല. ഷേ, ഇവനെയാണ് റബ്ബേ ഈ പാവപ്പെട്ട മോളുടെ തലയിൽ കെട്ടിവെച്ച് കൊടുത്തത്. ഇത്ത, ഞാൻ കേൾക്കാൻ പാടില്ലാത്ത സംസാരങ്ങളാണ് ഇക്ക ഫോണിൽ വിളിച്ച് സംസാരിച്ചത്. അറപ്പും വെറുപ്പും തോന്നുന്നത്. എനിക്കത് കണ്ടിട്ട് എന്താ ഞാൻ പറയുക, എന്താ ഞാൻ ചെയ്യുക? എനിക്ക് ഒന്നും അറിയില്ല. മോളെ ഈ വിഷമിക്കണ്ട, ഞാനിന്ന് പോവാണ്. പിന്നെ നിന്നെ ഒറ്റയ്ക്ക് നിർത്താൻ ഇഷ്ടമല്ല. എന്തായാലും എനിക്ക് എൻ്റെ ഇക്കാൻ്റെ വീട്ടിൽ പോകണ്ടേ. ഇക്കായും മോനും കൂടി ഇന്നലെ രാത്രി തന്നെ അങ്ങോട്ട് പോയി. മോന് സ്കൂളിൽ പോകണം. ഞാൻ ഉണ്ടെങ്കിലേ അതൊക്കെ നടക്കും മോളെ. അപ്പോൾ ഇന്ന് പോവാണോ? ഫാത്തിമ വിഷമത്തോടെ ചോദിച്ചു. അതേ മോളെ, പോയാലേ പറ്റുള്ളൂ. പിന്നെ
മോള് വിഷമിക്കണ്ട കേട്ടോ. ഞാനൊരു കാര്യം പറഞ്ഞാൽ ഈ കേൾക്കുമോ? ഇത്ത എന്താ പറയാനുള്ളത്? പറയൂ, ഞാൻ കേൾക്കാം. എനിക്ക് ഇത്ത മാത്രമല്ലേ ഉള്ളൂ ആശ്വാസത്തിന്. മോളെ, ജാസിറിൻ്റെ കാര്യം വിട്ടേക്ക്. പിന്നെ ക്ഷമിക്കാൻ പറ്റുന്ന കാര്യമല്ല അവൻ പ്രവർത്തിക്കുന്നത്. പക്ഷേ എല്ലാം സഹിച്ച് മോൾ നിൽക്കരുത് കേട്ടോ. ജീവിതം ഒന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ അവനെ സ്നേഹിച്ച് മാറ്റാൻ പറ്റുമെന്ന് നോക്ക്. ഒരു പുരുഷനെ ഇല്ലാതാക്കുന്നതും നന്നാക്കുന്നതും പെണ്ണാണ്. ഒരു സ്ത്രീ നന്നായാലേ നാട് നന്നാവും, പുരുഷന്മാർ നന്നാവും, ഭൂമി തന്നെ നന്നാവും. അതുകൊണ്ട് മോളൊന്ന് ശ്രമിക്കോ. എന്തുണ്ടെങ്കിലും ഈ ഇത്താനെ വിളിക്കാൻ മറക്കരുത് കേട്ടോ. ഞാൻ ഉണ്ട് കൂടെ. പിന്നെ ഉമ്മ എന്തെങ്കിലും പറഞ്ഞാൽ കൊടുത്തേക്കണം നല്ല എന്നെ. അല്ലാതെ മിണ്ടാതെ എല്ലാം കേട്ടിരുന്നാൽ എങ്ങനെ ഇരിക്കാനേ പറ്റൂ? ഞാൻ പറയുന്നത് മോള് കേൾക്കുന്നുണ്ടോ? ആ ഇത്ത, ഞാൻ കേൾക്കുന്നുണ്ട്. ഞാൻ സ്നേഹിച്ചോളാം ഇക്കാന. മാറുമോ ഒന്നും അറിയില്ല. മാറിയില്ലെങ്കിൽ നമുക്ക് ചെയ്യേണ്ടത് ചെയ്യണം, ഇത്ത പറഞ്ഞു. ഫാത്തിമ, തസ്ലിയ, രണ്ടു പേരെയും വിളിച്ചുകൊണ്ട് ഉമ്മ അവരുടെ അടുത്തേക്ക് വന്നു. എന്താ ഉമ്മ? തസ്ലിയ ചോദിച്ചു. ഉമ്മക്ക് കണ്ണ് കാണില്ലേ എൻ്റെ പിറകെ നിൽക്കുന്നത്? പിന്നെ ആര്? തസ്ലിയ, ഈ രാവിലെ തന്നെ ഉടക്കാൻ നിൽക്കല്ലേ. ഈ ഇന്ന് പോവെന്ന് പറഞ്ഞിട്ട് പോകുന്നില്ലേ? ആ, ഞാൻ പൊയ്ക്കോളാം. നിന്നോട് ഇനി അടുക്കളയിൽ ചെന്ന് വല്ലതും ഉണ്ടാക്കാൻ പ്രത്യേകം പറയണോ? ഉമ്മ ഫാത്തിമയോട് ചൂടായി. അവൾ അടുക്കളയിലേക്ക് പോയി. അവൾ പോയെന്ന് ഉറപ്പ് വരുത്തി തസ്ലിയ ഉമ്മയോട് പറഞ്ഞു. എന്താ ഉമ്മ, ആ പാവം എന്ത് തെറ്റാ ചെയ്തത്? നിങ്ങൾ രണ്ടോ എന്നിട്ട് ഇങ്ങനെ കൊല്ലാക്കൊല ചെയ്യാൻ? പിന്നെ സുഖിച്ച് ഉറങ്ങാനും അവൾ ഇങ്ങോട്ട് വന്നതെന്ന് ഇജ്ജ് വിചാരിച്ചാ? ഉമ്മ, അവൾ ഒന്നും വിചാരിച്ചില്ല. അവളൊരു പാവാണ്. ഓള് പാവം. പിന്നെ ഉമ്മ, ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. ജാസിറിൻ്റെ കാര്യമാണ്. ജാസിർ ഇന്നലെ ഏതോ ഒരു പെണ്ണിനോട് അടുപ്പം ഉണ്ടല്ലോ ഉമ്മ. ഇന്നലെ ഫോണിൽ സംസാരിക്കുന്നത് കേട്ടു. ഉമ്മക്കറിയോ? എനിക്കറിയില്ല. ഉമ്മ വിക്കി കൊണ്ട് പറഞ്ഞു. എന്തിനാ അമ്മ നിങ്ങളിങ്ങനെ നുണ പറയണത്? നിങ്ങളും ഞാനും ഒക്കെ പെണ്ണ് തന്നെയാണ്. നമ്മുടെ ശരീരത്തൂടെ ഓടുന്നതും ഓളെ ശരീരത്തിൽ കൂടെ പോകുന്നതൊക്കെ ബ്ലഡ് തന്നെയാണ്. ആ പാവ ഈ 2 ദിവസം കൊണ്ട് എന്തൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യണോ? ഉമ്മ ഒന്നും പറയണ്ട, മനസ്സിൽ വെച്ചോ. അവസാനം സൈകിട്ട് അവനെ കളഞ്ഞിട്ട് പോകുമ്പോൾ ഞങ്ങളെ മോന് പഠിക്കും. ഫാത്തിമയെ പോലുള്ള പെണ്ണിനെ കിട്ടാൻ ഒരുപാട് പാടാ ഇന്നത്തെ കാലത്ത്. ഉമ്മ അതൊന്ന് മനസ്സിലാക്കേ. ഒന്ന് നിർത്തുന്നുണ്ടോ തസ്ലി? ഈ പറഞ്ഞു അങ്ങോട്ട് പോകണ്ട. അവൾ പോയാൽ എൻ്റെ മോന് വരും രാജകുമാരികൾ. അവളെ ആർക്ക് വേണം? ദരിദ്രവാസി. പിന്നെ ആര് പറഞ്ഞു അവളെ കെട്ടിക്കൊണ്ടുവരാൻ മോനോട്? രാജകുമാരികൾ വരുമെന്ന് പറഞ്ഞുകൂടായിരുന്നോ? എല്ലാം അറിഞ്ഞുകൊണ്ട് ഉമ്മയും കൂട്ടു നിന്നല്ലേ? അതേടി, എൻ്റെ സ്വത്തേക്ക് ആ 6-ാം പറഞ്ഞൊക്കെ എഴുതി വെച്ചൊക്കെയല്ലേ നിൻ്റെ ആ മണ്ണിനിടയിൽ പോയ ബാപ്പ. അത് കിട്ടാൻ വേണ്ടി തന്നെയാ ഞാൻ ഓളെ കെട്ടിപ്പിച്ചത്. അല്ലെങ്കിൽ എൻ്റെ വാപ്പയും ഓളും തമ്മിൽ എന്ത് ബന്ധമുള്ളത്? കൂട്ടുകാരൻ പോലും അവളെ വാപ്പാൻ്റെ. ഉമ്മ, ഒന്നും വേണ്ട, സ്നേഹിക്കണ്ട. ആ മനുഷ്യനെ പറ്റി എന്തിനമ്മ ഇങ്ങനെയൊക്കെ പറയണത്? ഒരു കാലത്ത് ഇതിനെല്ലാം പകരം ചോദിക്കും അല്ലാഹ്. വാപ്പ അല്ലേ ഉമ്മ നിങ്ങളെ മക്കളെ പണിയെടുത്ത് ഉണ്ടാക്കിയിട്ട് ആ മനുഷ്യൻ പോയപ്പോൾ പറയുന്നത് കേട്ടോ? ഉമ്മ വാപ്പാക്ക് വേണ്ടി ദുആ ചെയ്യുന്ന നാവ് കൊണ്ട് ഇങ്ങനത്തെ വാക്കൊന്നും പറയരുത് കേട്ടോ. പഠിച്ചോൻ പോലും പൊറുക്കില്ല. എന്നാലും പൊന്നുമ്മ സമ്മതിക്കണം നിങ്ങളെ. സ്വത്തിനു വേണ്ടി അന്യ വീട്ടിൽ വന്ന പെണ്ണിനെ ചെയ്യിക്കുന്നൊരു കടുപ്പം. അവൾ തന്നതായിരിക്കില്ലേ ഈ കാര്യങ്ങളെ? എങ്കിലേ ഒന്ന് മനസ്സിലാക്കിക്കോ. ജാസിറിനെ വേറൊരു പെണ്ണായിട്ട് ഇഷ്ടത്തിലില്ല. ഒരു കൂസലുമില്ലാതെ അവർ പറഞ്ഞു. ഉമ്മ എന്താ പറഞ്ഞത്? എന്നിട്ടാണോ? ഉമ്മ വേണ്ടായിരുന്നു കേട്ടോ ഒന്നും. വാപ്പ ഇതൊക്കെ അറിയുന്നുണ്ടോ? തസ്ലിയ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. ഈ എന്തിനങ്ങനെ മോങ്ങുന്നത്? അൻ്റെ കെട്ടിയവനല്ലല്ലോ, ജാസിറിൻ്റെ കാര്യമല്ലേ പറഞ്ഞ്. ഉമ്മ, ഞാൻ ഇനി ഇവിടെ നിൽക്കുന്നില്ല. ഇത്ര ദുഷ്ട മനസ്സായി പോയല്ലോ ഉമ്മ. ഉമ്മ എന്ന വാക്കിനുണ്ടൊരു മാറ്റം. നിങ്ങൾ എന്താണ് ഉമ്മ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇങ്ങനെ ഞാൻ പോവാ. നീ പോയിക്കോ, പെട്ടെന്നായാലും കൊള്ളാം. തസ്ലിയ ഉമ്മയെ നോക്കി അകത്തേക്ക് പോയി. ഫാത്തിമ അടുക്കളയിൽ കരഞ്ഞു തളർന്നിരിക്കുകയാണ്. തസ്ലിയ അവളെ വിളിച്ചു. ഫാത്തിമ. ആ വിളി കേട്ടതും ഫാത്തിമ ഓടി വന്ന് തസ്ലിയയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ഇത്ത, ഞാൻ എല്ലാം കേട്ടു ഇത്ത. എനിക്ക് വൈകിയെത്ത, ഞാൻ സഹിച്ചോളാം. എല്ലാം എൻ്റെ ഉമ്മാക്ക് വേണ്ടി. ഇക്കാക്ക് ആരായിട്ട് റിലേഷനുണ്ട്. അതെങ്ങനെ മാറ്റും ഇത്ത? എനിക്ക് വേണ്ടി ജീവിതം മാറ്റിയാണ് എൻ്റെ ഉമ്മ. ഞാനൊന്നും പറയില്ല ഇത്ത, എല്ലാം സഹിച്ചോളാം. ഇത്ത പറഞ്ഞതുപോലെ സ്നേഹിച്ച് മാറ്റാം. ഇത്ത ഈ കാര്യം എൻ്റെ ഉമ്മയോടൊന്നും പറയരുത് കേട്ടോ. എൻ്റെ ഉമ്മാക്ക് സഹിക്കാൻ പറ്റൂല. മോള് വിഷമിക്കണ്ട. നിനക്ക് ഈ വീട്ടിൽ പിടിച്ചു നിൽക്കാൻ ഒരു പിടിവുള്ളുണ്ട് മോളെ. ചിലപ്പോൾ അത് മുൻകൂട്ടി കണ്ടുകൊണ്ടായിരിക്കും നിൻ്റെ പേരിൽ എഴുതി വെച്ചത്.
ഈ അതിൽ പിടിച്ച് കയറണം. ഇത്ത, എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത്ത എന്താ പറയുന്നത്? മോളെ, വാപ്പ നിൻ്റെ പേരിൽ കുറച്ച് സ്വത്തുക്കൾ എഴുതി വെച്ചു. ഞാൻ അന്ന് പറഞ്ഞില്ലേ, ആ സ്വത്ത് വെച്ച് ഈ മുതലെടുക്കണം. പിന്നെ ആരും ഇവിടെ ഒന്നും ചെയ്യില്ല. ഇത്ത, അതെങ്ങനെ? അതൊക്കെ പറയാം. പിന്നെ ഞാൻ ഇന്ന് പോവാട്ടോ. അപ്പോൾ എല്ലാം കരഞ്ഞുകൊണ്ട് കേട്ട് നിൽക്കരുത്, പിന്നെ മിണ്ടാതിരിക്കരുത് എന്ന്. ഇത്ത ഉണ്ട് നിൻ്റെ കൂടെ, വിളിക്കണം കേട്ടോ. ആ, എനിക്ക് മനസ്സിലായി. നിൻ്റെ വിളിക്കാനുള്ള റീചാർജ് ചെയ്തിട്ടുണ്ടാവില്ല കേട്ടോ. ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതാ, ഇത് വെച്ചേക്ക്. കുറച്ച് പൈസ ഫാത്തിമയുടെ കയ്യിൽ വെച്ചുകൊണ്ട് തസ്ലിയ പറഞ്ഞു. ഇത്ത, ഇത് 3000 രൂപ ഉണ്ടല്ലോ. എനിക്ക് ഇത്രയൊന്നും വേണ്ട. എനിക്ക് ഇത്ര ആവശ്യമൊന്നുമില്ലല്ലോ. ഡേ, അത് ഈ അടുത്ത് വെച്ചേക്ക്. നിൻ്റെ ഞാൻ ആര് തരുമെന്നാ വിചാരിക്കാറ്? ജാസിറോ? ആ, ഓൻ തരും. കണക്ക് തന്നെ. ഓനെ ബിഷ്കനാ. പിന്നെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി കേട്ടോ. പിന്നെ നിൻ്റെ ഉമ്മ എന്നെ വിളിച്ചിരുന്നു. നിന്നെ വിളിച്ചിട്ട് കിട്ടിയില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എൻ്റെ ഫോൺ സൈലൻ്റ് ആയിരിക്കുമെന്ന്. തിരിച്ചു വിളിക്കാൻ പറഞ്ഞു. പോയി വിളിക്കട്ടോ. ഉമ്മത്താ, പാവാണ് എൻ്റെ ഉമ്മ. ആ ഫാത്തിമ, നീ എന്താ കഴിച്ചത്? ഇവിടെ ഫ്രിഡ്ജ് തുറന്നപ്പോൾ കഞ്ഞി ഉണ്ടായിരുന്നു, അതും അച്ചാറും കഴിച്ചു. ഓ, അതെങ്കിലും ഈ കഴിച്ചല്ലോ. ഞാൻ വിചാരിച്ചു സീരിയൽ കാണിക്കുന്ന പോലെ നീ ഒന്നും കഴിക്കാതെ ഇരിക്കാവുന്നത്. ഫാത്തിമ ചിരിക്കാൻ വേണ്ടി തസ്ലിയ അങ്ങനെ പറഞ്ഞു. അതെ ഇത്ത, വിശന്നാൽ ഒന്നും നോക്കില്ല, ഞാൻ കഴിക്കും. മിടുക്കി, ഇതുപോലെ ആയിരിക്കണം എൻ്റെ മുന്നോട്ടുള്ള കാര്യങ്ങളും. അതെ ഇത്ത, ഞാനൊരു പെണ്ണല്ലേ, ആരെ അടിമയൊന്നുമില്ല. മോള് വിഷമിക്കേണ്ട കേട്ടോ. എല്ലാം അള്ളാഹു കാണുന്നുണ്ട്, നല്ലതേ വരൂ. ഫാത്തിമ ഇനി കരയരുത് കേട്ടോ. ഇവിടെ പിടിച്ചു നിൽക്കണം, ഞാൻ പറഞ്ഞ പോലെ. അല്ലാതെ പൊട്ടിയെ പോലെ സഹിച്ചു നിൽക്കരുത്. ഇല്ല ഇത്ത, ഞാൻ ഇത്ത പറഞ്ഞ പോലെ ചെയ്യാം. ശരി മോളെ, ഞാൻ ഇറങ്ങുക. ഞാൻ വിളിക്കാട്ടോ. അതും പറഞ്ഞ് തസ്ലിയ ഫാത്തിമയുടെ ഇരു കവിളിൽ ചുംബിച്ച് അവിടെ നിന്നും പോയി. അല്ലാ, ഇത്താക്ക് നല്ലതേ വരാവൂ. എനിക്ക് തുണയായി ഇത്ത നിൽക്കുന്നുണ്ടല്ലോ. എനിക്ക് സ്നേഹമല്ലാതെ ദുആ അല്ലാതെ ഒന്നും കൊടുക്കാനില്ല ഇത്താക്ക്. ഫാത്തിമ ഒറ്റയ്ക്ക് വരുമെന്ന് ആലോചിച്ച് അവൾ അടുക്കളയിൽ നിന്നു. അവൾ ജോലിയൊക്കെ ഒതുക്കി തുടങ്ങി. ഇക്കാൻ്റെ ഉമ്മയെ രാവിലെ കണ്ടതല്ലാതെ ഇങ്ങോട്ട് കണ്ടില്ല. അങ്ങോട്ട് ചെന്ന് വല്ലതും ചോദിച്ചാൽ പിന്നെ ചീത്ത പറയും. മിണ്ടാതെ നിന്നാൽ വിളിച്ചല്ലോ എന്നായിരിക്കും. ഇത് എന്തൊരു വീടാ, എന്തായാലും സഹിക്കുന്നില്ല. എന്ത് വന്നാലും നേരിടും. അല്ലാ, എൻ്റെ ഉമ്മയെ ഒന്ന് വിളിക്കണം, മറന്നുപോയി. പാവം ഉമ്മ എൻ്റെ വിവരങ്ങൾ അറിയാതെ ഇരിക്കുകയാണ്, വിളിച്ചിട്ട് വരാം. അതും പറഞ്ഞുകൊണ്ട് ഫാത്തിമ തൻ്റെ റൂമിൽ കയറി ഫോൺ എടുത്തു. ഹലോ മോളെ. അവളുടെ ശബ്ദം കേട്ടപ്പോഴേ ഉമ്മ കരഞ്ഞുപോയി. ഉമ്മ നിങ്ങൾ എന്തിനെങ്ങനെ കരയണത്? മോളെ, നിന്നെ കാണാത്തതിലുള്ള വിഷമാണ്. പിന്നെ ഞാൻ കൊച്ചപ്പാടെ വീട്ടിലാണ് കേട്ടോ. ഒറ്റയ്ക്കല്ലേ നമ്മളെ വീട്ടിലുള്ളത്. ഞാൻ ഇങ്ങോട്ട് വന്നു. ആണോ ഉമ്മ? അത് ഏതായാലും നന്നായി. ഒറ്റയ്ക്കാണെന്നും പറഞ്ഞ് എൻ്റെ മനസ്സിനൊരു സമാധാനം ഇല്ലായിരുന്നു ഉമ്മ. ആ, അതൊക്കെ പോട്ടെ മോളെ. എങ്ങനെയുണ്ട് എൻ്റെ മോൾക്ക് അവിടുത്തെ ജീവിതം? ഉമ്മ, എനിക്ക് സുഖമാണ്. ഒരുപാട് ഇഷ്ടപ്പെട്ടു. എനിക്ക് കിട്ടേണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല ജീവിതമാണ് എനിക്ക് കിട്ടിയത്. എല്ലാവർക്കും എന്നോട് ഒരുപാട് ഇഷ്ടമാണ്. അൽഹംദുലില്ലാ. എനിക്കിത് കേട്ടാൽ മതി മോളെ. എനിക്ക് സന്തോഷമായി. ഇനി എന്നും എൻ്റെ മോള് സന്തോഷത്തോടെ ജീവിക്കണം കേട്ടോ. ഉമ്മ, ആയിക്കോട്ടെ, എന്നാൽ ഞാൻ വെക്കട്ടെ. ഇക്ക വന്നു. അതും പറഞ്ഞുകൊണ്ട് ഫാത്തിമ ഫോൺ കട്ട് ചെയ്തു. പൊട്ടിക്കരഞ്ഞു. അവൾക്ക് സങ്കടം സഹിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഇൻഷാ അല്ലാഹ്, ഈ കഥയുടെ ബാക്കി ഭാഗവുമായി നാളെ കാണാം. അസ്സലാമു അലൈക്കും.